നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ഈ കാലഘട്ടത്തിൽ, അതായത് പിണറായി വിജയൻ മന്ത്രിസഭ രണ്ടാമത് അധികാരമേറ്റതിൻ്റെ കാലഘട്ടത്തിൽ നടത്തിയതിൽ അവിടെ ചേലക്കര ഒഴികെ മറ്റെല്ലായിടത്തും UDFിൻ്റെ മിന്നുന്ന വിജയമായിരുന്നു. ഭൂരിപക്ഷം റെക്കോർഡിലേക്ക് വർദ്ധിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അത് പുതുപ്പള്ളിയിലായിരുന്നാലും തൃക്കാക്കരയായിരുന്നാലും അതുപോലെ തന്നെ പാലക്കാടായിരുന്നാലും ഒക്കെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്കാണ് UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയത്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും. അത് കൃത്യമായി ജനങ്ങൾക്കിടയിൽ അതിൻ്റെ പ്രതിഷേധം അത് വലിയ തോതിലേക്ക് വർദ്ധിക്കുകയും സാധാരണഗതിയിൽ ഉണ്ടാകേണ്ട ഒരു എഡ്ജിനേക്കാൾ വലിയ തോതിൽ UDFിൻ്റെ ഭൂരിപക്ഷം ഉയരുകയും ചെയ്തു. ഏകദേശം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിലേക്ക് UDFിൻ്റെ ഭൂരിപക്ഷം ഒരുപക്ഷെ അതും അതിനേക്കാൾ മികച്ച രീതിയിലേക്ക് ഉയർന്നു. ഉദാഹരണത്തിന് പാലക്കാട് 9500 വോട്ടിൻ്റെ ലീഡ് മാത്രമേ VK ശ്രീകണ്ഠന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലീഡായി കിട്ടിയുള്ളൂ. എന്നാൽ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ നഗരസഭയിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും റെക്കോർഡ് മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇതിലൂടെയാണ് കൃത്യമായി മനസ്സിലാക്കുന്നത് പല MLA-മാർ, ഇടതുപക്ഷത്തുള്ള MLA-മാരും രാജ്യഭീഷണി മുഴക്കുകയാണ്. നിലവിൽ കായംകുളം MLA ആയിട്ടുള്ള U പ്രതിഭ, അതുപോലെ തന്നെ CPI-യുടെ നിലവിലെ MLA-മാരായിട്ടുള്ള ഏതാനും ചിലർ, അവർ വലിയ തോതിൽ കാഹളം മുഴക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷവുമായി ചേർന്ന് പോയാൽ ഇനിയൊരു ഭാവിയില്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. U പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരിക്കൽ കൂടി CPIM അവർക്ക് ടിക്കറ്റ് കൊടുക്കില്ല. അതുപോലെ തന്നെയാണ് CPI-യിലെ ചില നേതാക്കളുടെ അവസ്ഥ. മുഹമ്മദ് മൂസിൻ ഉൾപ്പെടെയുള്ളവർക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. CPI-യുടെ മുൻ MLA-മാരായ ഏതാനും ചിലർക്ക് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ട്. അതിൽ C ദിവാകരനും മുല്ലക്കര രത്നാകരനും ഒക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇവരാരും അധികാരത്തിൻ്റെ മോഹം കൊണ്ടല്ല, മറിച്ച് അവർ ചെയ്തു വെച്ച വികസന പ്രവർത്തനങ്ങളുടെ നേട്ടം അവർ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന പാർട്ടിയിലെ ചില പുഴുക്കുത്തുകൾ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും വിരോധമുണ്ടാകും. G സുധാകരന് അങ്ങനെയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായ അമ്പലപ്പുഴയിൽ യാതൊരു രീതിയിലുള്ള പ്രവർത്തനവും ഇല്ലാതെ തന്നെ H സലാം ജയിച്ചത് അതുകൊണ്ടാണ്. കാരണം അത്രയേറെ G സുധാകരന് ആ മണ്ഡലത്തെ പരിപാലിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ കിടം. എന്നാൽ പിണറായി വിജയൻ അങ്ങനെയങ്ങ് കൃത്യമായി നേട്ടമുണ്ടാക്കി കൊടുക്കാനല്ല ഇടതുപക്ഷത്തെ നേതാക്കൾ ഇരിക്കുന്നത്. സ്വന്തം സ്വാർത്ഥതയ്ക്കും മരുമകൻ്റെ ഭാവി പച്ചപിടിപ്പിക്കുന്നതിലും മാത്രമാണ് അമ്മായിയപ്പനായ പിണറായി വിജയൻ്റെ ആഗ്രഹവും ഇഷ്ടവുമെല്ലാമെങ്കിൽ പിന്നെ എന്തിനാണ് പാർട്ടിക്ക് കീഴ്പ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ എന്നുള്ളതാണ് ഇപ്പോൾ പല ഇടത് MLA-മാരുടെയും തത്വം. ഇവർ ഒന്നടങ്കം ഒരു രാജിയിലേക്ക് പോയി ഒരു മഹാ ഉപതെരഞ്ഞെടുപ്പ് മാമാങ്കമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിശദമായി തന്നെ വ്യക്തമാവുകയാണ്.